ഹലോ മക്കളെ, എല്ലാവർക്കും നമ്മുടെ SSLC ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ ഷോർട്ട് നോട്ട്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വീണ്ടും ഞാൻ ഫസ്റ്റ് നോട്ട്സിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്കും 1000 കമന്റ്സ് ആയാൽ ഈ നോട്ടും ഫ്രീ ആയിട്ട് കമന്റ് ബോക്സിൽ നിന്ന് കാണുന്നതായിരിക്കും. അത് നിങ്ങളുടെ പണിയാണ് ആക്കേണ്ടത്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനോടും കമന്റ് ചെയ്യാൻ പറയാം. അത്ര മാത്രമേ ഉള്ളൂ മക്കളെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ മക്കളെ, നമ്മുടെ വൈകുന്നേരത്തെ ലൈവിൽ നിങ്ങൾ പങ്കെടുക്കണം. കാരണം ഇവിടെ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടുള്ള റിവിഷൻ ആയിരിക്കും കിട്ടുക. പക്ഷെ പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ, പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൈകുന്നേരം 7 മണിക്കത്തെ ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും അത് മിസ് ചെയ്യരുത്. മാത്രമല്ല എക്സാമിനറിന്റെ ബാച്ചിൽ ഓണം ഓഫർ ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. 3999 ഇൻക്ലൂഡിംഗ് സ്റ്റഡി മെറ്റീരിയൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് അവസാനം പബ്ലിക് എക്സാമിൽ ഫുൾ A+ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം. എക്സാമിനറുടെ കൂടെ എൻ്റെ ഒക്കെ കൂടെ പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫീസ് 3999 ആണ് ഇൻക്ലൂഡിംഗ് സ്റ്റഡി മെറ്റീരിയൽസ്. കൂടുതലൊന്നും പറയുന്നില്ല, ജോയിൻ ചെയ്യാം. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഫുൾ കാര്യങ്ങളും ഈ ഷോർട്ട് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വേണം ചെക്ക് ചെയ്തോ, ഇതിലുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, വേഗം പഠിച്ചെടുക്കാം മക്കളെ. ഫസ്റ്റ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് സ്ട്രേറ്റ് വയർ ആണ്. ഒരു സ്ട്രേറ്റ് വയറിലൂടെ നിങ്ങൾ കറണ്ട് പാസ് ചെയ്താൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത് കണ്ടുപിടിച്ച ഞാനല്ല, ഓർസ്റ്റഡ് ആണ്. എന്നാൽ പരീക്ഷ ചോദിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും, അതിന്റെ ഷേപ്പ് എന്താണ്? ഈ സ്ട്രൈറ്റ് വയറിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പ് എന്താണ് മക്കളെ? കുറെ സർക്കിൾസ് അല്ലേ ഇതിന്റെ ഷേപ്പ്. ഈ കുറെ സർക്കിൾസിനെ എന്താ വിളിക്കുക? നമ്മൾ വിളിക്കും കോൺസെൻട്രിക് സർക്കിൾസ്. ഒരേ സെന്ററിലുള്ള കുറെ സർക്കിൾസിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രിക് സർക്കിൾസ്. മലയാളത്തിൽ കേന്ദ്രീകൃത വൃത്തങ്ങൾ. മലയാളത്തിലുള്ള നോട്ട്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ 1000 കമന്റ്സ് ആയാലും അവിടെ അത് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ PDF ഉണ്ടോ. ഓക്കെ, അതാണ് ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഉത്തരം കൊടുത്തു. നെക്സ്റ്റ് ചോദിക്കാൻ പോകുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് നിയമം ഉപയോഗിക്കും? അപ്പൊ നിങ്ങൾ പറയണം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സാർ ഇത് എങ്ങനെ ഉപയോഗിക്കുക? വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് സേ ഒരു വയർ ഉണ്ട്, മുകളിലേക്ക് കറണ്ട്, അങ്ങനെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവുക. 2 സർക്കിൾ തൽക്കാലം ഞാൻ കാണിക്കുന്നുള്ളൂ. 2 സർക്കിൾ ഇതിങ്ങനെ കാണിച്ചു. അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കുക. മക്കളെ കറണ്ട് മുകളിലേക്കല്ലേ, വലത് കൈ എടുക്കുക. ഇപ്പൊ എന്റെ കൂടെ എടുത്തോ, അപ്പൊ തന്നെ പണി തീർക്കാം നമുക്ക്. തമ്പ് എന്ത് ചെയ്യുക, കറണ്ട് ഡയറക്ഷൻ പിടിക്കുക. തമ്പ് കറണ്ട് ഡയറക്ഷൻ പിടിച്ചോ. ചിലപ്പോൾ നിങ്ങൾ ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും കാണുന്നത്, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. വരച്ച് ബുക്കിൽ വരച്ച് ചെയ്ത് നോക്കുക. അപ്പൊ തമ്പ് മുകളിലേക്ക് പിടിക്കുക, കറണ്ട് മുകളിലേക്ക് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മക്കളെ വരയ്ക്കുമ്പോൾ? ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നു, പുറത്തേക്ക് വരുന്നു, ഉള്ളിലേക്ക് കയറുന്നു, പുറത്തേക്ക് വരുന്നു, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നേരെ തിരിച്ച് കറണ്ട് താഴേക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും. ഇതിൽ കൂടെ പുറത്തേക്ക് വരുന്നു, അതിൽ കൂടെ ഉള്ളിൽ കയറുന്നു, ഇതിൽ കൂടെ പുറത്തേക്ക് വരുന്നു, അതിൽ കൂടെ ഉള്ളിൽ കയറുന്നു. അപ്പൊ ഇങ്ങനെയാണ് റൂൾ ഉപയോഗിക്കേണ്ടത്. പരീക്ഷയിൽ റൂൾ ഉപയോഗിച്ചുള്ള ചോദ്യം വരും. മാത്രമല്ല എപ്പോഴും റൂൾ ഉപയോഗിച്ചിട്ട് ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങളോട് പറയും സ്റ്റേറ്റ് ദ റൂൾ. ഈ റൂൾ പ്രസ്താവിക്കുക, ഈ നിയമം പ്രസ്താവിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതണം. എങ്ങനെ എഴുതുക? ഇമാജിൻ യു ആർ ഹോൾഡിംഗ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിത്ത് ദ റൈറ്റ് ഹാൻഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ദ തംബ് പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി കറന്റ്. തംബ് എന്നാണ് ഡയറക്ഷൻ ഓഫ് ദി കറന്റിലാണ് പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ അതർ ഫിംഗേഴ്സ്, ബാക്കിയുള്ള ഫിംഗേഴ്സ് ഗിവ്സ് ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇത് വൃത്തിക്ക് ഇംഗ്ലീഷ് എഴുതി വെച്ചാൽ മതി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം, റൂളിന്റെ പേര് പഠിക്കണം, എങ്ങനെയാണ് റൂൾ ഉപയോഗിക്കേണ്ടത് പഠിക്കണം. കൂടുതൽ റൂൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വൈകുന്നേരം ലൈവിൽ ചെയ്താൽ പോരെ. അടുത്ത സെറ്റിലേക്ക് പോവാം. അടുത്ത കോൺസെപ്റ്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റ് അഥവാ സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ കുറെ ചുറ്റുകളുള്ള ഒരു വയർ, അത്രേ ഉള്ളൂ, ഒരു കോപ്പർ വയർ. ഇനി ഇത് എന്തിനാ ഉപയോഗിക്കുക? വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഇതിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതായത് ഇതിന്റെ ഉള്ളിൽ മൊത്തം എന്താ, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. എല്ലാവരും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതാണ് സോളിനോയിഡ്. ഈ സോളിനോയിഡിന് മറ്റൊരു പേരുണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്, വൈദ്യുത കാന്തം. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിനെ പോലെയല്ലേ ആക്ട് ചെയ്യുന്നത്. ചുറ്റും ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കുറച്ചുകൂടി സ്ട്രോങ്. അത്രേ ഉള്ളൂ സംഗതി കേട്ടോ. നെക്സ്റ്റ് എന്താണ്? പ്രിൻസിപ്പിൾ അഥവാ എഫക്ട്. പരീക്ഷയിൽ ചോദിക്കും ഇലക്ട്രോമാഗ്നറ്റിന്റെ പ്രിൻസിപ്പിൾ അഥവാ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ ചോദിച്ചാൽ എഴുതി വെക്കണം മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ മാഗ്നറ്റിക് എഫക്ട് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. ഇലക്ട്രിക് കറന്റ് ഹീറ്റിംഗ് എഫക്ട് ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മൊത്തം പഠിച്ചത്. ഇവിടെ സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ഇവിടെ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സോളിനോയിഡ് അഥവാ ഇലക്ട്രോമാഗ്നറ്റ്. നെക്സ്റ്റ് മെത്തേഡ്സ് ടു ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് എന്തായാലും പരീക്ഷയിൽ ചോദിക്കും. ഇതിനുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി 3 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ്. ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. 10 പകരം 20 ചുറ്റുകളാക്കിയാൽ നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അല്ലെങ്കിൽ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് കറണ്ട് കൂട്ടുക, അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അല്ലെങ്കിൽ യൂസ് സോഫ്റ്റ് ടേൺ ആസ് ദി കോർ. കടയിൽ പോയി സോഫ്റ്റ് ടേൺ പച്ചിരുമ്പ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇതിനുള്ളിൽ കയറി വെക്കുക, കയറ്റി വെക്കുക. കോറായി വെക്കുക എന്നാണ്, ഉള്ളിൽ കയറ്റി വെക്കുക എന്നാണ്. അപ്പോൾ കോറായി വെച്ച് കഴിഞ്ഞാൽ, പച്ചിരുമ്പ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും എന്നാണ് സ്ട്രോങ് ആവും. 3 വഴികളാണ് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാനുള്ള പരീക്ഷയിൽ ചോദിക്കും. ഇതുകൂടാതെ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഈ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡും നമ്മുടെ സിമിലാരിറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് വരയ്ക്കാനൊന്നും ചോദിക്കുന്നുണ്ടാവില്ല. പക്ഷേ ജസ്റ്റ് എന്ത് ചെയ്യുക, സിമിലർ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതൽ ചോദ്യങ്ങളൊന്നും അവിടെ വരില്ല. ഈ പരീക്ഷയിൽ ചോദിക്കാൻ മറ്റൊരു കാര്യമാണ്, ഈ ഒരു സോളിനോയിഡിന്റെ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ വെച്ച് സൗത്ത് പോൾ ആണെങ്കിൽ അവിടുത്തെ കറണ്ട് എന്ത് ഡയറക്ഷനിലായിരിക്കും എന്ന് ചോദിക്കും.
അപ്പൊ നിങ്ങൾ എങ്ങനെ പറയാ? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൗത്ത് പോൾ ആണെങ്കിൽ കറണ്ട് ഒഴുകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ക്ലോക്ക് വൈസ് ആണ് ക്ലോക്ക് തിരിയുന്ന പോലെ, ഇങ്ങനെയല്ല ക്ലോക്ക് തിരിയുക. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ആ ഒരു സൈഡ് എന്ത് പോളാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ സൗത്ത് പോളാണ്. നേരെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ, ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഡയറക്ഷൻ കറണ്ട് ഒഴുകുന്നത്. സോളിനോയിഡിന്റെ ഒരു സൈഡിൽ ഈ ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അത് നോർത്ത് പോളാണ്. അത് പരീക്ഷയിൽ ചോദിക്കും, ഓർത്ത് വെച്ചു. അപ്പൊ ക്ലോക്ക് വൈസ് രീതിയിലാണ് സൗത്ത് പോളാണ്, ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് നോർത്ത് പോൾ. നേരെ തിരിച്ചു ചോദിക്കാം, സൗത്ത് പോളാണ് ഏത് ഡയറക്ഷനിലാണ് കറണ്ട്? ക്ലോക്ക് വൈസ് ആണ്. നോർത്ത് പോൾ ആണ് എങ്ങനെയാണ്? ആന്റി. ഇത് പരീക്ഷ ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഓർത്ത് വെക്കാൻ ട്രിക്ക് പറഞ്ഞതിന് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ +1 കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ ആന്റി നാട് കടത്തും. ക്ലോക്ക് വൈസ് കമ്പ്യൂട്ടർ സയൻസ്, ക്ലോക്ക് വൈസ് സൗത്ത് പോൾ, ആന്റി ക്ലോക്ക് വൈസ് നോർത്ത് പോൾ. അവസാനം കമ്പ്യൂട്ടർ സയൻസ് ഒന്ന് എഴുതി വെക്കരുത് ഡയറക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യമാണ്, സ്ട്രേറ്റ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചു, സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചു, സർക്കുലർ വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കും മക്കളെ. ഇത് സർക്കിളിന്റെ ഭാഗമല്ലേ, ആ സർക്കുലർ വയർ നമ്മൾ എടുത്തു, അതിലൂടെ കറണ്ട് നമ്മൾ കടത്തി വിട്ടു. ഇവരിങ്ങനെയാണ് കറണ്ട് കടത്തി വിട്ടത്, ഇങ്ങനെ കറണ്ട് കടത്തി വിട്ടു. അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ ഉണ്ടാവുക. ഇവിടെ ഒരു പേപ്പർ ഇങ്ങനെ കൺസിഡർ ചെയ്തു, ആ പേപ്പറിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഇങ്ങനെ കുറെ സർക്കിൾസ് വരച്ചിക്കുക, ഇവിടെയും കുറെ സർക്കിൾസ് വരച്ചിക്കുക. ഇവിടെ ആക്ച്വലി കുറച്ച് സർക്കിൾസ് ഉണ്ടാവും, അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ വരയ്ക്കേണ്ട. അപ്പോൾ ഇവിടെ സർക്കിൾ, ഇവിടെ കുറെ സർക്കിൾ നിങ്ങൾ വരച്ചുക. ഇനി അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുക. ഈ ഭാഗത്തെ കറണ്ട് മുകളിലേക്കല്ലേ, ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നത്, അപ്പൊ കറണ്ട് മുകളിലേക്കല്ലേ, അപ്പൊ തമ്പ് മുകളിലേക്ക് പിടിക്കും. നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ പുറത്തേക്ക് വരില്ല ചെയ്യും. അതല്ലേ ഇവർ കാണിച്ചിരിക്കുന്നുണ്ടോ? ഉള്ളിൽ കയറി പുറത്തേക്ക് അപ്പുറത്തും കൂടി വരും. അതല്ലേ കാണിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തെയോ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ കറണ്ട് താഴേക്കല്ലേ ഉണ്ടാവുക, അങ്ങനെ പോയി താഴേക്കല്ലേ വരും. അപ്പൊ തമ്പ് താഴേക്ക് പിടിക്കുക, അപ്പൊ കറണ്ട് ഇങ്ങനെ പോയി മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോയി പുറത്തേക്ക് വരും. അങ്ങനെ പോയി പുറത്തേക്ക് വരുന്ന രീതിയിലല്ലേ കാണിച്ചിരിക്കുന്നത്. അതേ, സൂപ്പർ. അപ്പൊ ഇതും കൂടി കാണിക്കാൻ നിങ്ങൾക്ക് പറ്റും, പാറ്റണം. ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ബാർ മാഗ്നറ്റ് വേഴ്സസ് ഇലക്ട്രോ മാഗ്നറ്റ് ഡിഫറൻസ് എന്തൊക്കെയാണ്. ഇലക്ട്രോ മാഗ്നറ്റ് നമ്മുടെ സോളിനോയിഡ്, ബാർ മാഗ്നറ്റ് എന്നാണ് കടയിൽ പോയി കിട്ടുന്ന നമ്മുടെ ബാർ കാന്തം. ഇവർ നമ്മുടെ ഡിഫറൻസ് 3 എണ്ണം ഉണ്ട്. പരീക്ഷ പഠിച്ചു വെച്ചാൽ 3 എണ്ണം ചോദിക്കും. ഫസ്റ്റ് എന്താണ്? ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിസം പെർമനന്റ് ആണ്. നിങ്ങളൊരു ബാർ മാഗ്നറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിസം, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് ഓഫ് ആക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. അത് എപ്പോഴും മാഗ്നറ്റ് ആയിട്ട് തന്നെ ചാവുന്ന വരെ നിങ്ങൾ അത് മുറിച്ചാലും അത് എന്തായിരിക്കും? മാഗ്നറ്റ് ആയിരിക്കും. അതായത് അവന്റെ മാഗ്നറ്റിസം എന്താണ്? പെർമനന്റ് ആണ്, സ്ഥിരമാണ്. അതിനോടാണ് സ്ഥിരം കാന്തം അഥവാ ബാർ കാന്തം എന്ന് വിളിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ഇലക്ട്രോമാഗ്നറ്റ് അഥവാ സോളിനോയിഡ് ആണെങ്കിലോ അങ്ങനെയൊന്നുമല്ല. സോ ഒരു ഇലക്ട്രോമാഗ്നറ്റ് അഥവാ സോളിനോയിഡ് നിങ്ങൾ കറണ്ട് കടത്തി വിടുമ്പോഴേ അവന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കറണ്ട് ഇല്ലാത്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ദാറ്റ് ഈസ് മാഗ്നറ്റിസം ഈസ് ടെമ്പററി. കറണ്ട് ഉള്ളപ്പോൾ മാഗ്നറ്റ് ആണ് അവൻ, കറണ്ട് ഇല്ലാത്തപ്പോൾ മാഗ്നറ്റ് ഒന്നുമല്ല. നെക്സ്റ്റ് സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്. നിങ്ങളൊരു കടയിൽ പോയി ഒരു ബാർ മാഗ്നറ്റ് വാങ്ങിച്ചു വന്നാൽ അവന് സ്ട്രെങ്ത് നിങ്ങൾക്ക് കൂട്ടാനൊന്നും പറ്റില്ല. സ്ട്രെങ്ത് കൂട്ടാൻ നിങ്ങൾ വേറെ ബാർ മാഗ്നറ്റ് വാങ്ങണം. എന്നാൽ സോളിനോയിഡിന് അങ്ങനെയല്ല, സ്ട്രെങ്ത് മാറ്റാൻ പറ്റും. സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്. എങ്ങനെ? കറണ്ട് കൂട്ടാൻ, നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം, സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കാം. ഈ മൂന്ന് കാര്യങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്ട്രെങ്ത് കൂട്ടാം. മൂന്നാമത് പൊളാരിറ്റി ഈസ് ഫിക്സ്ഡ് ആൻഡ് കനോട്ട് ബി റിവേഴ്സ്ഡ്. ഒരു ബാർ മാഗ്നറ്റിന് നോർത്ത് സൗത്ത് ഇങ്ങനെയാണെങ്കിൽ അത് ജീവിതകാലം മൊത്തം അത് നോർത്ത് സൗത്ത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈസിലി റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി ഈസിലി റിവേഴ്സ്. എന്നാൽ ബാർ കാന്തത്തിന് അങ്ങനെയല്ല, സോളിനോയിഡിന് അങ്ങനെയല്ല. നിങ്ങൾ സോളിനോയിഡിന്റെ കറണ്ട് ഇങ്ങനെ കടത്തി വിട്ടാൽ ഇവിടെ സൗത്തും നോർത്തും ആണെങ്കിൽ നേരെ തിരിച്ച് കറണ്ട് ഉൾട്ട കടത്തി വിട്ടാൽ ഇവിടെ നോർത്തും അവിടെ സൗത്തും. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യുക? കറണ്ട് ഡയറക്ഷൻ ജസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ പൊളാരിറ്റി, അതിന്റെ നോർത്ത് സൗത്ത് പൊളാരിറ്റി എന്നാണ് ഈസിലി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പൊളാരിറ്റി ക്യാൻ ബി റിവേഴ്സ് ബൈ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ. ഇത്രയേ ഉള്ളൂ. ഇത്ര ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് കറണ്ട് ക്യാരിങ് വയറും സോളിനോയിഡും ബാർ മാഗ്നറ്റിന്റെയും കാര്യത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ഓർത്ത് വെക്കേണ്ടത്. ഇതെല്ലാം ചോദിക്കും, പറഞ്ഞ കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. നെക്സ്റ്റ് പഠിക്കാനുള്ള മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. എന്താണ് മക്കളെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന സംഗതി? ഇത്രയേ ഉള്ളൂ. ഒരു വയർ നിങ്ങൾ എടുത്തു, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കൊണ്ടുപോയി വെച്ചു. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഈ വയറിലൂടെ നിങ്ങൾ കറണ്ട് കടത്തി വിട്ടാൽ, ഈ വയറിലൂടെ ഇഫ് യു പാസ് കറണ്ട് കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും? ഈ വയറിന്റെ മുകളിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സ് കൊടുക്കും, ബലം പ്രയോഗിക്കും. ഈ കണ്ടക്ടർ തെറിച്ചു പോകും, അല്ലെ കണ്ടക്ടർ എന്താണ്? ചലിക്കും ബേസിക്കലി. കാരണം എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് കൊടുത്തു. ആരുടെ മുകളിൽ? കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് മുകളിൽ. അപ്പോൾ ഇതിനാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. അത് പരീക്ഷ ചോദിക്കും. എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എഴുതി വെക്കണം. കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഇസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. എപ്പം? കറണ്ട് പാസ് ചെയ്യുമ്പോൾ. വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. ഇത്രയുള്ള സംഗതി. അതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവൻ മാഗ്നറ്റിക് ഫീൽഡാണ് വെച്ചിരിക്കുന്നത്, അവൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും. ഇത്രയുള്ള സംഗതി. ഇതിനെയാണ് നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം എന്ന് വിളിക്കുക. നെക്സ്റ്റ് എങ്ങോട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക? ഇങ്ങനെ കണ്ടുപിടിക്കുക. അതിന് ഉപയോഗിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതായത് ഫോഴ്സ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, ബോർഡിന്റെ ഉള്ളിലേക്കാണോ ഇതിന് പുറത്തേക്കാണോ നമുക്ക് അറിയില്ലോ. അതിന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എങ്ങനെയാണ് ഉപയോഗിക്കുക? കൈ ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക, മുകളിലുള്ളത് ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്. ഓർത്ത് വെക്കാൻ ട്രിക്ക് പറഞ്ഞുതരാം. ഫാദർ മദർ ചൈൽഡ്. ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്, ഫാദർ മദർ ചൈൽഡ് എന്നുള്ള രീതി നമുക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി എന്താ എങ്ങനെ ഉപയോഗിക്കേണ്ടത്? വളരെ സിമ്പിൾ ആണ് മക്കൾ. ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം.
കറണ്ട് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ റിവേഴ്സ് ആയിട്ട് കാണാം, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയാൽ മതി. കറണ്ട് മുകളിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. ഫോഴ്സ് ഞാൻ നോക്കുമ്പോൾ എന്താണ് ഈ ബോർഡല്ല, ഈ ഐപാഡിന്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കും പേപ്പറിന്റെ ഉള്ളിലേക്കായിരിക്കും ഉണ്ടാകും. അപ്പോൾ ഫോഴ്സ് എന്താണ്? ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ എന്ന് എഴുതി, ഇൻ ടു ദി പേപ്പർ എന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ എന്ന് എഴുതി വെക്കാം. അപ്പോൾ ഫോഴ്സ് ഉള്ളിലേക്കാണ്. നേരെ കറണ്ട് താഴേക്കാണെങ്കിലോ, കറണ്ട് താഴേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, ഫോഴ്സ് എന്നാൽ പുറത്തേക്കാണ്, ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ എന്ന് എഴുതി വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഉപയോഗിക്കുക. സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, അപ്പോൾ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണ് തരാന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. യു ക്യാൻ പോസ് ആൻഡ് റീഡ്. പരീക്ഷ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫസ്റ്റ് ചാപ്റ്ററിലെ, ഈ ചാപ്റ്ററിലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ഈ ലെഫ്റ്റ് ഹാൻഡിന്റെയും സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒന്ന് പരീക്ഷ വന്നിരിക്കും. അതിൽ ഒരു സംശയമില്ല. പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരാണ്. ലാസ്റ്റ് 2 ഇലക്ട്രിക് ഡിവൈസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇലക്ട്രിക് മോട്ടർ, മറ്റേത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇലക്ട്രിക് മോട്ടറിന്റെ മെയിൻ പാർട്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാവും. പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയാം, അല്ലെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെ ഒരു ആർമേച്ചർ ഉണ്ടാവും. പിന്നെ 2 റിങ്സ് ഉണ്ടാവും, അവരുടെ പേരാണ് സ്പ്ലിറ്റ് റിങ്സ്. പിന്നെ ബ്രഷ്, ഗ്രാഫൈറ്റ് ബ്രഷസ്, അല്ലെ ബ്രഷസ് എന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ പുറത്തെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ബാറ്ററി ഉണ്ടാവും. ബാറ്ററി കൊടുത്താലും കറണ്ട് കൊടുത്താലും ഇവൻ കറങ്ങുള്ളൂ. എന്താ അവിടെ സംഭവിക്കുക? ബേസിക്കലി ഇവന്റെ ഈ ബാറ്ററി എന്താണ്, ഇവിടെ കറണ്ട് കൊടുക്കും, ബ്രഷസിൽ കറണ്ട് ഉണ്ടാവും, സ്പ്ലിറ്റ് റിംഗ് കറണ്ട് ഉണ്ടാവും, സ്പ്ലിറ്റ് റിംഗിലെ കറണ്ട് ആർമേച്ചറിലേക്ക് വരും. ഇനിയോ ആലോചിച്ച് കൊടുക്കുക, ആർമേച്ചർ കിടക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ്. കറണ്ട് ക്യാരിങ് വയർ മാഗ്നറ്റിക് ഫീൽഡ് കിടന്നാൽ എന്താ, അവന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ത് ചെയ്യും? ഇവനിട്ട് കറക്കും. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇവൻ വർക്ക് ചെയ്യുന്നത്. സോ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടോർ. ഇവൻ കടന്ന് കറങ്ങാൻ തുടങ്ങും. ആ കറങ്ങുന്നത് നിങ്ങൾ എന്താണ്, വാഷിംഗ് മെഷീന്റെ ബ്ലേഡിലേക്ക് വെച്ചാൽ വാഷിംഗ് മെഷീൻ ആയി മാറി. ഫാൻ മുകളിലെ സീലിംഗ് ഫാനിന്റെ ബ്ലേഡ് കണ്ടിട്ട് ആ ഫാൻ ആയി മാറി. മിക്സിന്റെ ഇത് ബ്ലേഡ് ഫിറ്റ് ചെയ്താൽ മിക്സി ആയി മാറി. അത്രേ ഉള്ളൂ. ഇതാണ് മോട്ടോർ, അല്ലേ? നിങ്ങൾ ചക്രം കറക്കിയാൽ അത് ചക്രം കണക്ട് ചെയ്ത് വെച്ചാൽ അത് കാറായി മാറി. ഓക്കെ, അപ്പൊ എനർജി കൺവേർഷൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ് അവൻ എടുക്കുന്നത്. അത് ഉപയോഗിച്ച് കടന്ന് കറങ്ങ് കാണിച്ചാൽ വിച്ച് ഇസ് ബേസിക്കലി മെക്കാനിക്കൽ എനർജി. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് അവന്റെ? മോട്ടോർ പ്രിൻസിപ്പിൾ. മോട്ടോറിന്റെ പേര് തന്നെ, മോട്ടോർ പ്രിൻസിപ്പിളിന്റെ പേര് വരുന്നത് ഇലക്ട്രിക് മോട്ടോർ തന്നെയാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ. ഇവന്റെ സ്പ്ലിറ്റ് റിംഗ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ സ്പ്ലിറ്റ് റിംഗ്സ് എന്താ ചെയ്യുക? ഓർത്ത് വെച്ചോ. ഇറ്റ് ചേഞ്ചസ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ കോയിൽ ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ. ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും ഹാഫ് ആയിട്ട് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്താൽ ഈ ആർമേച്ചറിലെ കറന്റ് ഡയറക്ഷൻ എന്ത് ചേഞ്ച് ചെയ്യും. അതാണ് ഇവന്റെ പണി. അതുകൊണ്ട് എന്താ ഗുണം? ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദി ആർമേച്ചർ കീപ് റൊട്ടേറ്റിംഗ് കണ്ടിന്യൂസ്ലി. അതുകൊണ്ടാണ് ആർമേച്ചറിന് ഇങ്ങനെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എന്താണ്, സ്പ്ലിറ്റ് റിംഗ്സ് ഇല്ല എന്നെങ്കിൽ ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അത് ചെയ്യാതെ കണ്ടിന്യൂസ്ലി ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ സ്പ്ലിറ്റ് റിംഗ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓർത്തോണം കേട്ടോ. അത്രയേ ഉള്ളൂ ഇലക്ട്രിക് മോട്ടറിന് ചോദിക്കാൻ വന്നത്. നെക്സ്റ്റ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം, അല്ലേ? നമ്മൾ വയർ കണക്ട് ചെയ്തിട്ട് പാട്ട് അതിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് ഉണ്ടാക്കും. ഇത്രയുള്ള സംഭവം. അപ്പോൾ എങ്ങനെയാണ് ഇവന്റെ എനർജി കൺവേർഷൻ ഉണ്ടാവുക? എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജിയാണ്. നമ്മൾ കേബിളാണ് കണക്ട് ചെയ്യുക. ഇപ്പോൾ വയർലെസ് ഉണ്ട്, പക്ഷേ അപ്പോഴും എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ് പോകുന്നത്. എന്ത് എനർജി ആക്കുകയാണ്? സൗണ്ട് എനർജി ആക്കുക. സൗണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി വൈബ്രേഷൻ ആണ്. സോ എസെൻഷ്യലി അത് മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ പരീക്ഷയിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൗണ്ട്/മെക്കാനിക്കൽ എനർജി എന്ന് എഴുതാം. ഒരു തെറ്റില്ല, അത് കറക്റ്റ് ആണ് കേട്ടോ. ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മക്കളെ? വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? വീണ്ടും മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സിമ്പിൾ ആണ് മക്കളെ. ഇത്രയേ ഉള്ളൂ. നമ്മൾ പാട്ട് എന്ത് ചെയ്യുന്നു? ഈ കണക്ടിംഗ് വയേഴ്സിലൂടെ നമ്മൾ പാട്ട് ഇതിനുള്ളിൽ കണക്ട് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു? ഈ ഒരു പാട്ടിലെത്തും. ഈ പാട്ടിന്റെ പേരാണ് മക്കളെ വോയിസ് കോയിൽ. അപ്പൊ ഇതും എന്താണ്? രണ്ടും വോയിസ് കോയിലാണ്. അപ്പൊ വോയിസ് കോയിലേക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ രൂപത്തിലാണ് എത്തുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നലിൽ നമ്മുടെ ഈ വോയിസ് കോയിൽ ഉണ്ട്. ഇനി ആലോചിച്ച് നോക്കിക്ക്, ഈ വോയിസ് കോയിൽ എവിടെ വെച്ചിരിക്കുന്നത്? ഒരു ഫീൽഡ് മാഗ്നറ്റ്, മറ്റൊരു ഫീൽഡ് മാഗ്നറ്റ്. 2 ഫീൽഡ് മാഗ്നറ്റ്സിന് ഇടയിലാണ്. അപ്പൊ മാഗ്നറ്റ്സിന് ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? മാഗ്നറ്റിക് ഫീൽഡിലല്ലേ നമ്മുടെ വോയിസ് കോയിൽ. വോയിസ് കോയിലിൽ കറണ്ട് ഇല്ലേ? കറണ്ട് ക്യാരിങ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഉണ്ടാവില്ലേ? ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കാരണം എന്താണ്? ഇവൻ കടന്ന് ചലിക്കാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അവൻ നേരെ കണക്ട് ചെയ്തിരിക്കുന്ന പുറത്തേക്ക് ഈ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് മക്കൾ ഡയഫ്രം. അപ്പൊ ഡയഫ്രം ആണ് ഓട്ടോമാറ്റിക്കലി വൈബ്രേറ്റിംഗ്. കാരണം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യണം, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്താൽ സൗണ്ട് ഉണ്ടാവും. അത്രയുള്ള സംഭവം. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, 3 മെയിൻ പാർട്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫീൽഡ് മാഗ്നറ്റ്സ്, വോയിസ് കോയിൽ, ഡയഫ്രം. ബാക്കിയുള്ള പാർട്സ് നിങ്ങൾ വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് പഠിച്ചാൽ മതി. പരീക്ഷ ചോദിക്കാറില്ല. പക്ഷേ ഈ 3 മെയിൻ പാർട്സ് വരയ്ക്കാൻ നിങ്ങളോട് പറയും. വരയ്ക്കാനല്ല, നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയും. ചിലപ്പോൾ വരയ്ക്കാനും പറയും. അപ്പോൾ വരയ്ക്കാനും പഠിച്ചു വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്, അല്ലേ? കറണ്ട് ക്യാരിങ് വോയിസ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ അവന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ചലിക്കുന്നത്, അതുകൊണ്ടാണ് ഡയഫ്രം ചലിക്കുന്നത്, അതുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് 3 സ്റ്റെപ്പായിട്ട് പരീക്ഷ എഴുതി വെക്കാൻ നിങ്ങൾ പഠിക്കണം. ഇലക്ട്രിക്കൽ സിഗ്നൽ ഫ്രം മൈക്രോഫോൺ റീച്ച് വോയിസ് കോയിൽ. മൈക്രോഫോൺ എന്നായിരിക്കും പാട്ട് വരുന്നത്. അപ്പോൾ പാട്ട് എന്താണ്? വോയിസ് കോയിൽ എത്തുന്നു, ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് എത്തുന്നു. വോയിസ് കോയിൽ എക്സ്പീരിയൻസ് ടു ആൻഡ് ഫ്രോ മോഷൻ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. വോയിസ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ എന്താ ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാവുന്നത്? കാരണം മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം. നെക്സ്റ്റ് എന്താ സംഭവിക്കുക? വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ
ഡയഫ്രമിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയഫ്രം ഓട്ടോമാറ്റിക്കലി വൈബ്രേറ്റ് ആവും. അപ്പോൾ ഡയഫ്രം വൈബ്രേറ്റ്സ് അക്കോർഡിംഗ്ലി ടു പ്രൊഡ്യൂസ് സൗണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ സൗണ്ട് ഉണ്ടാക്കുക. അതോടെ ചാപ്റ്റർ തീർന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചാപ്റ്റർ എന്ന് പഠിച്ചാൽ മക്കളെ ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തുണ്ടാവില്ല. മാത്രമല്ല വൈകുന്നേരത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിലും കൂടി നിങ്ങൾ വന്നിരുന്ന് ഒന്നും കൂടി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 100% നാളത്തെ പരീക്ഷയിൽ ഒരു ചോദ്യം പോലും നിങ്ങൾ എന്താണ് വെറുതെ വിടില്ല. ഫുൾ മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല നോട്ട്സ് കിട്ടാൻ വേണ്ടി 1000 കമന്റ് ആക്കാൻ വേണ്ടി മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്ത് എത്തിക്കുക. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഇത്. ഓൾസോ വൈകുന്നേരത്തെ ലൈവിൽ നമുക്ക് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ മക്കളെ. അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാം, പൊളിക്കാം.